ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് മറ്റൊരിടത്തും അല്ലാതെ കൊച്ചിയിലാണ്. കൊച്ചിയിലെ ജൂതപ്പള്ളിയിലാണ് 24 മണിക്കൂറും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്താ കേരളം സുരക്ഷിതമല്ലേ? അല്ല, ഇൻ്റലിജൻസ് ഇൻപുട്ട് കിട്ടിക്കാണും. ജൂതന്മാർക്ക് നേരെ സാർവത്രികമായിട്ട് എവിടെ ജൂതന്മാരെ കണ്ടാലും കൊല്ലുക എന്നുള്ളൊരു പക ഇസ്ലാമിക ലോകത്ത് ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. അപ്പം അതുകൊണ്ട് രക്ഷ കൊടുക്കേണ്ടത് ലോകത്തുണ്ട്. ഇന്ത്യയിൽ എന്താണ് ഇതിന് പ്രശ്നം? പ്രത്യേകിച്ച് പറയാം. അതായത് ലണ്ടനിലൊക്കെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഗുരുദ്വാരകൾ ആക്രമിക്കപ്പെടുന്നു, ഇങ്ങനെ പലതും നടക്കുന്നു. ബംഗ്ലാദേശിൽ അതുപോലെ നടക്കുന്നു. ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ, ഹിന്ദു ക്ഷേത്രങ്ങൾ, ബുദ്ധവിഹാരങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം വ്യാപകമായി നടക്കുക. ഒരിടത്തും ഒരു ഇൻ്റലിജൻസ് ഇൻപുട്ടും ഇല്ല, ഒരിടത്തും ഒരു സംരക്ഷണവും കിട്ടുന്നുമില്ല. ലണ്ടനിൽ ഈയിടെയാണ് ആക്രമണം നടന്നത് ഹിന്ദു ആരാധാലയങ്ങൾക്ക് നേരെ. അത് ശിവശങ്കർ വിദേശകാര്യമന്ത്രി പോയപ്പോൾ അദ്ദേഹത്തിന് നേരെയും. അപ്പോൾ അങ്ങനെയൊക്കെ കുത്തഴിഞ്ഞ ഒരു വ്യവസ്ഥയാണ് ആഭ്യന്തര കാര്യത്തിൽ. ഇവിടെ അങ്ങനല്ല. ഇന്ത്യ നേരിടുന്ന 3 ഭീഷണികളായിരുന്നു. കാശ്മീർ ഒന്ന്, രണ്ടാമത്തേത് നോർത്ത് ഈസ്റ്റിൽ നടന്ന കലാപങ്ങൾ, മയക്കുമരുന്നിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി, മൂന്നാമതായിട്ട് കോഴി റോഡിൽ തിരുപ്പതി മുതൽ പശുപതി വരെ, പശുപതി നേപ്പാളിലാണ്, അവിടം വരെ ഉണ്ടായിരുന്ന റെഡ് കോറിഡോർ എന്ന് പറയുന്ന മാവോയിസ്റ്റ് ഭീകരവാദം, അതിനും അറുതി വരുത്തി. ഇന്നലെ 28 പേരെയാണ് വധിച്ചത് ഭീകരവാദികളെ. പലരും കീഴടങ്ങിക്കൊണ്ടിരിക്കുക മഹാരാഷ്ട്രയിൽ. അപ്പോൾ അങ്ങനെ മുന്നോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. 0 ടോളറൻസ് എന്നുള്ള നയത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവാൻ ലോകത്തിലെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ മതമാണ് ജൂതമതം. അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റൊന്നും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഹമാസ് ആരാധകർ കുറച്ച് കൂടുതലാണ്. അതെ, കൂടുതലാണ്. പാലക്കാട് കണ്ടതായിരുന്നു, ആനപ്പുറത്ത് ഹമാസ് നേതാക്കളൊക്കെ വെച്ച്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഏതോ നേതാക്കളല്ലേ, ഊതി നേതാക്കളെല്ലാം മരണപ്പെടുമ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തുന്നു. അതെ, അതെ, സ്നേഹിതർ കൂടുതലുള്ള സ്ഥലമാണ്. ന്യൂനപക്ഷം എന്നുള്ള നിലയിലല്ല, ഭീകരവാദത്തിനൊരു സ്വീകാര്യം, അവരെ ഹീറോകളായിട്ട് ആരാധിച്ചു കൊണ്ടുപോയി ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്കതല്ലല്ലോ വേണ്ടത്. നമുക്ക് ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനത്തിനിരയായിട്ടുള്ള ഓഷ്വിറ്റ്സ് ക്യാമ്പ് മുതൽ റോമാക്കാർ വരെ ആക്രമിച്ചു ഓടിച്ചു. എല്ലാവരും ഓടിച്ചു കളഞ്ഞപ്പോൾ ചിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാ, ലോകമാകെയുള്ള ന്യൂനപക്ഷങ്ങൾ അതുപോലെ തന്നെ മർദ്ദിത ജനകോടികൾ വന്നപ്പോൾ, പലായനം ചെയ്യുന്നു വന്നപ്പോൾ അവരെ ആട്ടിയോടിക്കുകയല്ല, ഇരു കൈകളും നീട്ടി സ്വീകരിച്ച രാജ്യം, മാതൃ സംസ്കാരം, സംസ്കാരങ്ങളുടെ സംസ്കാരം, മതങ്ങളുടെ മതം, അതാണ് ഭാരതം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കരഘോഷത്തോടെ ലോകം കേട്ടത്. 100% പഠിച്ചു പറഞ്ഞ കാര്യങ്ങൾ. അവരെല്ലാം പോയി, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെ അവരെ തടഞ്ഞപ്പോൾ സ്വീകരിച്ച ഒരേ ഒരു രാജ്യം ഇന്ത്യ. അവർ വന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യ. കാരണം എന്താണ്? ഇവിടുത്തെ സംസ്കാരം അത്തരത്തിലുള്ള എല്ലാവരെയും സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന സംസ്കാരമായതുകൊണ്ടാണ്. അതിപ്പോഴാണ് വഷളാക്കി തീർത്തത്. അങ്ങനെ അവിടെ വന്നു. ഈ സുരക്ഷിത തീരത്തേക്ക് അവർ പലായനം ചെയ്തു. മട്ടാഞ്ചേരിയിൽ കടലിനോട് ചേർന്നോ അവർ അവരുടേതായ ആരാധനാലയം, അതിൻ്റെ പേര് സിനഗോഗ്, അവിടെ സ്ഥാപിച്ചു 457 വർഷം മുമ്പ്. പിന്നെ 1948 അവർക്കായിട്ടൊരു രാഷ്ട്രം ഉണ്ടായി. അതിന് സ്വാതന്ത്ര്യവും കിട്ടിയപ്പോൾ അവിടേക്ക് ഇസ്രായേലിലേക്ക് അതിലേറെ പേരും പോയി, ഒരുപാട് പേര് പോയി. കണ്ണീര് അണിയിച്ചുകൊണ്ടാണ് ഈ നാട്ടുകാർ, അവരുടെ ബന്ധമുണ്ടായിരുന്ന നാട്ടുകാർ അവരെ യാത്ര അയച്ചത്. ഇപ്പോഴും കുറേ പേരുണ്ട്. സിനഗോഗ് തുറക്കുന്നുണ്ട്, വിദേശത്തു നിന്ന് വരുന്നവരുടെ കല്യാണം നടക്കുന്നുണ്ട്, അതുപോലെ അവിടെ പരിപാടികളും നടക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ വിശ്വാസപ്രകാരം ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ ഇസ്രായേലിലാണ് അതിൻ്റെ ആചാരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഇന്റലിജൻസ് വിവരം കിട്ടിക്കാണുമല്ലോ ഇതിന് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന രീതിയിൽ? തീർച്ചയായിട്ടും കിട്ടിക്കാണും. കാരണം ലോകത്താകെയുള്ള ജൂതന്മാരെ കണ്ടാലും ജൂതന്മാർക്ക് രക്ഷയില്ല. ഇപ്പോഴും വേറൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ കൊല്ലാനായിട്ട് ആൾക്കാരുണ്ട്. ഹമാസിൻ്റെ അനുകൂലികളായിരിക്കണമെന്നില്ല, ആ മതത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് കൊല്ലാൻ തയ്യാറായിട്ട് ഉള്ള ഭീകരവാദികൾ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അന്ധമായ വിരോധം, അന്ധവിശ്വാസം പോലെ അതിനേക്കാളും അന്ധമായിട്ടുള്ള ജൂതവിരോധം, ഇതര മതവിരോധം, അത് വെച്ച് പുലർത്തുന്ന കുറേ ആൾക്കാർ ഇവിടെയും സജ്ജമായിട്ടിരിപ്പുണ്ട്. ഇവിടെ ഇസ്രായേലി പ്രധാനമന്ത്രിയായിരുന്ന എലി വിസ്മാൻ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതുപോലെ ചാൾസ് രാജകുമാരൻ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എലിസബത്ത് രാജ്ഞിയും വന്നിട്ടുള്ള ചരിത്രപ്രധാന സ്മാരകമാണിത്. അങ്ങനെ ഒരു സ്ഥലമാണിത്. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് വളരെ ആവശ്യം. ഒരുപക്ഷെ UN പൈതൃക പെടുത്തേണ്ടുന്ന ഒരു സ്ഥാപനമാണിത്. വളരെ ആകർഷകമായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ആർക്കിടെക്ചറൽ സ്പ്ലെൻഡർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിലനിർത്തേണ്ടതുണ്ട്. അത് നശിപ്പിച്ച് കളഞ്ഞാൽ ഈ അങ്ങനെയുള്ള ആൾക്കാർക്ക് നശിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു വിനോദമാക്കിയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ബാഹിയാൻ ബുദ്ധ പ്രതിമകൾ അഫ്ഗാനിസ്ഥാനിൽ തകർത്തതുപോലെ
ഇതൊക്കെ തകർക്കുക എന്ന് പറയുന്നത്. സാംസ്കാരിക വിപ്ലവം വഴി മാവോസെ തൂങ്ങോ അവിടുത്തെ ചരിത്ര പൈതൃകങ്ങൾ തകർത്ത് മുന്നേറിയതുപോലെ ലോങ് മാർച്ചിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ലോകമെമ്പാടുമുണ്ട്. ആ തരത്തിൽ ഉള്ള ആൾക്കാരിൽ നിന്ന് ഈ കെട്ടിടത്തെയും രക്ഷിക്കാൻ. സാറിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താ? അങ്ങനെ ഒരു സുരക്ഷ നൽകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ടോ? ആ ജൂതപ്പള്ളിക്കുണ്ടോ? കേരളത്തിലാണുള്ളത്. വാർത്തയിൽ വരാൻ വേണ്ടി, പബ്ലിസിറ്റി വരാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സുരക്ഷിത തീരെ എല്ലാവർക്കുമാണ്. ജൂതന്മാർക്കുമാണ്, അതേപോലെ ഭീകരവാദികൾക്കുമാണ്. സംരക്ഷണം കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, ആ കണ്ണടയ്ക്കാൻ ഇവിടെ പോലീസും ഉണ്ട്. ആ തരത്തിൽ ഭീകരവാദത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടന്ന ഒരു സ്ഥലമാണല്ലോ. ഭീകരർക്ക് വാഗമണ്ണിലാണല്ലോ പരിശീലനം നടത്തുന്നത്. ഇതെല്ലാം നമ്മൾ പിന്നെയും പറയേണ്ട കാര്യമുണ്ടോ? ലവ് ജിഹാദിലൂടെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊട്ട് IS കൂട്ടിക്കൊടുത്ത സംസ്ഥാനമാണല്ലേ ഇത്. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് കുറച്ചേ ഉള്ളൂ, ശരിയാണ്. വളരെ ന്യൂനപക്ഷം മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്നുള്ള സത്യമാണ്. പക്ഷേ സത്യം തന്നെയാണ്. അതുകൊണ്ടൊരു കണ്ണിവിടെ വേണം. വളരെ വലിയ ഒരു ദൂരക്കാഴ്ചയോടുകൂടി, അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കരുതൽ, അതാണ് ഒരു രാജ്യത്തിന് ജീവനും സ്വത്തിനും. ഇത് രണ്ടുമുണ്ട് ഇവിടെ. സിനഗോഗ് എന്ന് പറയുന്ന ആ പാരമ്പര്യ സ്വത്ത്, അതുപോലെ തന്നെ ജീവൻ. കുറേ പേര് ഇപ്പോഴും ഉണ്ട്, ജൂതന്മാർ ഇപ്പോഴും അവിടെ ഉണ്ട്. ഇതിൻ്റെ സിനഗോഗിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അവരുടെ എല്ലാം ജീവൻ രക്ഷിക്കണം. ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ, ഏതെങ്കിലും ആൾക്കാരുള്ള വൈരത്തിൻ്റെ പേരിൽ ഇവരാരും അവിടെ പോയി യുദ്ധം ചെയ്തവരൊന്നുമല്ല. അപ്പോൾ വംശഹത്യയുടെ പേരിൽ ഇവരെ കൊല്ലുന്നത് നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. തന്നെയല്ല, ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ ഇൻപുട്സ് കൊടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് ഇൻ്റലിജൻസ് ഇൻപുട്സ് സ്വീകരിക്കുന്ന രാജ്യം, നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഇതൊക്കെ സ്വീകരിക്കുന്ന രാജ്യം, ബുദ്ധിയുള്ള രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ച് അവർ ചിലപ്പോൾ കണ്ടിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു കാണും. ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുണ്ട് നമുക്ക് ഇൻ്റലിജൻസ് ഷെയറിംഗ് ഭീകരവാദത്തിനെതിരെ. അതുവഴി കിട്ടിയതാവാം. സോഴ്സ് എന്താണെന്ന് നമുക്ക് അറിയണമെന്നില്ല, അറിയാൻ പോകുന്നുമില്ല. പക്ഷേ അതിനൊരു മുൻകരുതലുള്ളത് എപ്പോഴും നല്ലതാണ്. എന്തോ നടക്കുന്നുണ്ട്, ഇതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇൻപുട്സ് വന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ആവശ്യമാണ്. തന്നെയല്ല, ആ പലസ്തീൻ താഴ്വരയിൽ ഇപ്പോൾ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചിരിക്കുകയാണ് ഹമാസുമായിട്ട്. ഹമാസ് തിരിച്ചും കൊടുക്കുന്നുണ്ട്. ടെൽ അവീവിലേക്ക് ബോംബുകളും റോക്കറ്റുകളും ഒക്കെ പായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ചിലപ്പോൾ ചാവേറുകൾ തന്നെ വന്ന് ഇത് ചെയ്തുകൂടാന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നടന്ന പോലെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതൽ ഇതാണ് കരുതലുള്ള ഒരു ഗവൺമെൻറ് ചെയ്യുന്നത്. ശക്തമായിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന രാജ്യം ചെയ്യും. അതാണിപ്പോൾ അത്രയും നടന്നിട്ടുള്ളത്. മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കണ്ടതാണല്ലോ അല്ലേ, രാജ്യത്തെ മുൾമുനയിൽ മണിക്കൂർ ഭീകരവാദികൾ നൃത്തമാടിയത്. അങ്ങനെയുള്ളത് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്, സദാ ജാഗരൂകമായിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കാതെ നമ്മളുടെ ജീവൻ രക്ഷിക്കപ്പെടുന്നത്.